അനുകൂല ഘടകങ്ങളെ രാഷ്ട്രീയ അവസരമാക്കാൻ കഴിയാതെയാണ് ഹരിയാനയിൽ കോൺഗ്രസിന്റെ തോൽവി. നേതാക്കളുടെ ചേരിപ്പോരും പ്രചാരണം ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്ന ഒറ്റ നേതാവിൽ കേന്ദ്രീകരിച്ചതും കോൺഗ്രസിന് തിരിച്ചടിയായി. സമീപകാല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹരിയാനയോളം കോൺഗ്രസ് പ്രതീക്ഷ വെച്ച മറ്റൊരു സംസ്ഥാനവുമില്ല. 10 വർഷത്തിനു ശേഷം സംസ്ഥാന ഭരണത്തിലേക്ക് തിരിച്ചെത്താമെന്ന ആത്മവിശ്വാസം. എന്നാൽ അനുകൂല സാഹചര്യങ്ങൾ അവസരമാക്കാൻ കഴിയാതെയാണ് കോൺഗ്രസിന്റെ തോൽവി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും കൂടിയത് ഏതാനും സീറ്റുകൾ മാത്രം. പ്രധാന കാരണം കോൺഗ്രസിലെ തമ്മിലടി തന്നെ. ഭൂപീന്ദർ സിംഗ് ഹൂഡ, കുമാരി ഷെൽജ, രൺദീപ് സുർജേവാല തുടങ്ങിയ നേതാക്കളുടെ തമ്മിൽ പോര് കോൺഗ്രസിന്റെ തിളക്കം കുറച്ചു. ഹൂഡയോടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം പിന്നാക്ക വിഭാഗത്തു നിന്നുള്ള നേതാവ് കൂടിയായ കുമാരി ഷെൽജ പ്രചാരണത്തിൽ വേണ്ടത്ര സജീവമായിരുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ച് നേതാക്കൾ നടത്തിയ പ്രസ്താവനകളും അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ജാട്ട് വോട്ടിലായിരുന്നു കോൺഗ്രസിന്റെ ശ്രദ്ധ. എന്നാൽ ആ വോട്ടുകൾ നിർണായകമായ 35ഓളം മണ്ഡലങ്ങളിലും വലിയ സ്വാധീനമുണ്ടാക്കിയില്ല. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ കളത്തിലിറക്കി ജാട്ട് വോട്ടുകൾ അനുകൂലമാക്കാനുള്ള തന്ത്രവും വേണ്ടത്ര വിലപ്പോയില്ല. കർഷക ഗ്രാമീണ മേഖലകളിലും നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഗ്രാമീണ മേഖലയിലെ 60ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും ഒപ്പത്തിനൊപ്പമാണ്. നഗരമേഖലകളിൽ മുന്നോട്ടു പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞതുമില്ല. പിന്നോക്ക മേഖലകളിൽ മാത്രമാണ് കോൺഗ്രസിന് മുന്നിലെത്താനായത്. ജയം ഉറപ്പെന്ന ആത്മവിശ്വാസത്തിൽ സഖ്യം രൂപീകരിക്കാതെ മത്സരിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് പരിശോധിച്ചേക്കും. ചെറുപാർട്ടികൾ വെവ്വേറെ മത്സരിച്ചപ്പോൾ BJPക്കെതിരായ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചതും കോൺഗ്രസിന് തിരിച്ചടിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ 46 സീറ്റിലാണ് കോൺഗ്രസ് മുന്നിലെത്തിയിരുന്നത്. എന്നാൽ മാസങ്ങൾക്കിപ്പുറം തിളക്കം കുറഞ്ഞു. പാർട്ടിയിലെ തലമുറ മാറ്റം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇനി നേതൃത്വത്തിന് പരിഗണിക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക് 24.